ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഏറ്റവും പ്രിയപ്പെട്ട നീറ്റ് ആസ്പിറൻസിൻ്റെ അടുത്ത് ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും സെൽഫ് ഡൗട്ട്സ്. ചിലപ്പോഴൊക്കെ പഠിച്ച് വയ്യാണ്ടാവുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിക്കും, ശരിക്കും ഞാൻ ഈ പഠിക്കുന്നതിനൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് ഫൈനൽ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ കൊടുക്കുന്ന എഫേർട്സും എൻ്റെ വീട്ടുകാർ ചിലവാക്കുന്ന പൈസയൊക്കെ ലാസ്റ്റ് വേർത്ത് ആവോ എന്നൊക്കെ ഒരുപാട് തോട്ട്സ് നിങ്ങളുടെ കുഞ്ഞു മനസ്സിൽ കൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഞാനും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു അത്. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈവൻ ദോ എനിക്ക് നല്ല മാർക്സ് ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ പോലും എപ്പോഴും ഒരു പേടിയായിരുന്നു ഫൈനൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഈ വീഡിയോ ഏറ്റവും പ്രിയപ്പെട്ട നീറ്റ് ആസ്പിറൻസിന് ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ഡീമോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ക്വിറ്റ് ചെയ്താലോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ സെൽഫ് ഡൗട്ട്സ് വരുന്നതൊക്കെ ആക്ച്വലി അതൊരു നോർമൽ കാര്യമാണ്. അതായത് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും, ഈവൻ ഫോർ ടോപ്പേഴ്സ്, ഫീൽ ചെയ്യുന്ന തോട്ട്സും ഫീലിങ്സ് ഒക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു നോർമൽ കാര്യമാണ്. അതായത് വല്ലപ്പോഴൊക്കെ ഡീമോട്ടിവേറ്റഡ് ആവുന്നതൊക്കെ നിങ്ങൾ അങ്ങനെ ആയിപ്പോകുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൽഫ് ഡൗട്ട്സ് വരുന്നു എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സൈക്കോളജിയിൽ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി അല്ല. അതായത് അതൊരു വേവ് ആയിട്ടാണ് വരിക. ഇടയ്ക്ക് നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആവും, ഇടയ്ക്ക് വീണ്ടും ഒരു ഡൗൺ വന്നേക്കാം, വീണ്ടും അപ്സ് വന്നേക്കാം. ഇങ്ങനെ ഒരു വേവ് പോലെയാണ് ആക്ച്വലി മോട്ടിവേഷൻ വരാം. പക്ഷെ ഡിസിപ്ലിൻ ആണ് നമ്മൾക്ക് ലൈക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു എനർജി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. സോ ഈവൻ ടോപ്പേഴ്സിന് പോലും ഈ ഡീമോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ ബൗൺസ് ബാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരവരുടെ ഡിഫിക്കൽട്ട് ഡേയ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ മാറ്റർ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഡേയ്സ്, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന, ക്വിറ്റ് ചെയ്താലോ എന്ന് തോന്നിപ്പോകുന്ന, നിങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്ന ദിവസങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ആ ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിക്കാണ്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ബേസിക്കലി പറയാൻ പോകുന്നത്. ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് ഉണ്ട്, ഡോപ്പമിൻ മോട്ടിവേഷൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്ലഷർ ഹോർമോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ CNS സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോനാണ്, നമുക്ക് ഭയങ്കര പ്ലഷർ തരുന്ന ഒരു ഹോർമോനാണ്. പക്ഷേ ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സക്സസ് സംഭവിച്ചാൽ മാത്രം റിലീസ് ആവുന്ന ഒരു ഹോർമോൺ ഒന്നല്ല. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞു ഗോൾ അച്ചീവ് ചെയ്താൽ പോലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്താൽ പോലും നമ്മുടെ ബോഡിയിൽ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ആവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് നീറ്റ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു BDS ഡോക്ടർ ആവണം എന്നൊക്കെ ഉള്ള ഒരു അൾട്ടിമേറ്റ് എയിം നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു എയിമിനെ കുഞ്ഞു അച്ചീവബിൾ ടാസ്ക്സ് ആയിട്ട് നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വരാൻ പോകുന്ന ഒരു എക്സാമിന് 650+ മാർക്ക് ഞാൻ സ്കോർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ NCERT-യിലെ ഇത്ര ചാപ്റ്റർ ഞാൻ പഠിച്ചിരിക്കും, ഇന്ന് ഈ ഒരു ദിവസം ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ്, ഒരു 300 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കും, ഈ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള അച്ചീവബിൾ ആയിട്ടുള്ള മിനി ഗോൾസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ വലിയ എയിമിനെ കട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ നിങ്ങൾ അതിൽ ഓരോ കുഞ്ഞു ഗോളും അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ചെറിയ അളവിൽ ഡോപ്പമിൻ റിലീസ് ആവും. സോ ദാറ്റ് ആ ഒരു മൊമെന്റം നിങ്ങളെ ലോങ് സ്റ്റഡി ആസിലോട്ട് ക്യാരി ചെയ്യും. രണ്ടാമത്തെ കാര്യം, ആക്ച്വലി നമുക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്, എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഉണ്ട്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സാമിന് കിട്ടാൻ പോകുന്ന റാങ്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പാരൻസ് ഒക്കെ തരുന്ന പ്രഷർ, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ഒക്കെ തരുന്ന പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് കുറച്ച് എക്സ്റ്റേണൽ തിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. പക്ഷേ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റേണൽ. ലൈക്ക് നിങ്ങൾ ഈ ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നതിന് കുറച്ച് ഇൻട്രിൻസിക് റീസൺസ് ഉണ്ടാവും അല്ലേ. ഒരു പക്ഷേ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം സമൂഹത്തിൽ ഒരു പദവിയിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കാം, നല്ലൊരാളായിട്ട് മാറാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയൊക്കെ പ്രൗഡ് ആക്കാനായിരിക്കാം. അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഓരോ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. അതായത് ബേസിക്കലി വൈ യു സ്റ്റാർട്ടഡ് ദിസ് ജേർണി,
ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് പിന്നിൽ എന്തോ ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രൻസിക് മോട്ടിവേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 5-6 വർഷം കഴിഞ്ഞ് നിങ്ങൾ കുറെ രോഗികളെ ശുശ്രൂഷിക്കുകയാണ്, അവർക്ക് നിങ്ങളുടെ അടുത്ത് നല്ല വാക്കുകൾ പറയാണ്, താങ്ക് യു മോനെ അല്ലെങ്കിൽ താങ്ക് യു മോളെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഡോക്ടർ ആവുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനത്തെ ഇൻട്രൻസിക് മോട്ടിവേഷൻ നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് ആലോചിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും. ഇനി നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്ത് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് മൈക്രോ ഗോൾസ് ടെക്നിക്കാണ്. ഇത് നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ ലൂപ്പ് മോട്ടിവേഷൻ പോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എന്താണോ നമ്മുടെ ടാർഗറ്റ് അതിന് കുഞ്ഞു കുഞ്ഞു മൈക്രോ ഗോൾസ് ആയിട്ട് നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യുക. അതായത് ഒരു ദിവസം തന്നെ രാവിലെ എണീച്ചിട്ട് നിങ്ങൾ പറയാണ്, ഇന്ന് ഞാൻ 14 മണിക്കൂർ പഠിക്കും. ഓക്കെ, 14 മണിക്കൂർ പഠിക്കണം എന്നായിരിക്കും നമ്മുടെ ഒരു എയിം. പക്ഷെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മേ ബി ഒരു 2 മണിക്കൂർ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഒരു ബോറടിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മളൊരു വലിയ ബ്രേക്ക് എടുക്കും, വീണ്ടും നമ്മൾ പഠിക്കാനിരിക്കും. അങ്ങനെ നമുക്ക് 14 മണിക്കൂർ എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ മേ ബി നമ്മളത് ഭയങ്കര ടൂ ലോങ് ആണ്, അതായത് നമ്മൾ 14 കട്ട് ഡൗൺ ചെയ്തിട്ട് 10 മണിക്കൂർ പഠിക്കുന്ന അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഈ ഒരു മൈക്രോ ഗോൾസ് ടെക്നിക്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ആക്ച്വലി ചീറ്റ് ചെയ്യാണ്. അതായത് നിങ്ങൾ ആക്ച്വലി 14 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, പക്ഷെ രാവിലെ തന്നെ എണീച്ചിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഓക്കെ ആദ്യം ഞാൻ 2 hours പഠിക്കും. അപ്പൊ നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസ് ആ 2 hours അപ്പൊ ആ ഒരു 2 hours പഠിത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചൊരു ഡോപ്പമിനൊക്കെ കിട്ടും. ഓക്കെ, ഞാൻ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഫിനിഷ് ചെയ്തു. പിന്നെ ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ അടുത്ത സ്റ്റഡി സെഷനിൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെ മൈക്രോ ഗോൾസ് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു പോവുക. ഓവർ ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ 14 hours മേ ബി അതിൽ കൂടുതലൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റി ടൈം നിങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം ഒരു 5 minutes റൂൾ എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഭയങ്കര മടി പിടിച്ച് ലേസി ആയിട്ട് ഇരിക്കുന്ന ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 5 minutes റൂൾ എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് പഠിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ബെഡിൽ നിന്നൊക്കെ അങ്ങ് എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, ഓക്കെ ഞാനൊരു 5 minute പഠിക്കാം. അപ്പൊ നിങ്ങൾ 5 minute പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബുക്കൊക്കെ എടുത്ത് ഒന്ന് 5 minute വായിച്ചു. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ബുക്ക് തുറന്നാൽ 5 minute ഒന്നല്ല, നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് സ്റ്റഡി ആസിലോട്ട് അത് പോകും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഓക്കെ 5 minute എങ്കിലും വായിക്കാന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുക്കുക. പക്ഷെ ഓവർ ദ ടൈം നിങ്ങൾ കൂടുതൽ ടൈം പഠിച്ചിരിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അടുത്ത ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിഷ്വൽ റിമൈൻഡേഴ്സ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ വിഷൻ ബോർഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡിലൊക്കെ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഡ്രീംസ് ഒക്കെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആക്ച്വലി ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ ഒരു വിഷ്വൽ റിമൈൻഡേഴ്സിന്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് എയിംസ് ഡൽഹി എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് മെഡിക്കൽ കോളേജിന്റെ കോറിഡോഴ്സിൽ കൂടെ അവിടുത്തെ വൈറ്റ് കോട്ടും ലിറ്റ്മാൻ്റെ സ്റ്റെത്തസ്കോപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ കോട്ടിന്റെ കീശയിൽ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു നിങ്ങളുടെ ആ ഒരു ഇമേജ്, നിങ്ങളുടെ ആ ഒരു സെൽഫിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ വിഷ്വൽസ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. ഒരു 5.5 years ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോൺവൊക്കേഷൻ സെറിമണീനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പ്രൗഡായിട്ട് എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഡോക്ടറായി എന്നൊക്കെ അവർ ഭയങ്കര പ്രൗഡായിട്ടുള്ള അവരുടെ ഫേസസിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ വിഷ്വൽ റിമൈൻഡേഴ്സ് ഒക്കെ മനസ്സിൽ കീപ്പ് ചെയ്യാം. ചില സമയത്ത് വല്ലാണ്ട് ഡൗൺ ആവുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ മേ ബി യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറച്ചു നേരം കാണാം. നിങ്ങൾ ഓവർ നേരം ഒരിക്കലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത്. നിങ്ങൾ ജസ്റ്റ് ഭയങ്കര ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത കാര്യമാണ് എൻവയോൺമെന്റ് റീസെറ്റ്. ഞാനൊക്കെ നീറ്റിന് പഠിക്കുന്ന സമയത്ത് ബേൺ ഔട്ട് ആവുന്ന സമയത്ത് പലപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഹോസ്റ്റലിൽ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് മടുക്കും. അപ്പൊ ഞാൻ എൻ്റെ ബുക്കും എൻ്റെ ടൈം പീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ടിരിക്കും. അതായത് കുറച്ചും കൂടി ഒരു നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്ന നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന അങ്ങനത്തെ രീതിയിൽ പോയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു എൻവയോൺമെന്റ് റീസെറ്റ് വരുന്ന സമയത്ത് നമുക്കൊരു മേ ബി ഒരു ചേഞ്ച് വരുന്നത് കൊണ്ടായിരിക്കാം ഈവൻ ദോ ഞാൻ ബേൺ ഔട്ട് ആണ് ലാസ്റ്റ് പഠിത്തം നിർത്തിയതെങ്കിൽ കൂടെ കുറച്ചുകൂടെ എനർജിയിൽ വീണ്ടും പഠിക്കാൻ പറ്റുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും ഇതുപോലെ എൻവയോൺമെന്റ് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു എനർജി വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ബേൺ ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കണം, എന്തായാലും എടുത്തിരിക്കണം. അതായത് ചില സമയത്ത് പഠിച്ച് ഇനി ഒട്ടും പഠിക്കാൻ പറ്റാത്ത അത്രയും ലൈക്ക് ബേൺ ഔട്ട് ആയ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നീറ്റ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈവൻ ദോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ ബ്രെയിനിന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചില കുട്ടികളൊന്നും റെസ്റ്റ് എടുക്കില്ല. ഈവൻ ഉറക്കം പോലും കട്ട് ഔട്ട് ചെയ്തിട്ട് 6 hours പോലും പ്രോപ്പറായിട്ട് ഉറങ്ങാതെ ഈ ഒരു എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. പക്ഷെ അത് ഓവർ ദ ടൈം നിങ്ങളുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് ക്വാളിറ്റിയോടുകൂടെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിങ്ങൾക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ലേസിനെസ്സിനേക്കാൾ കൂടുതൽ നീറ്റ് അറ്റംപ്റ്റ്സിനെ കില്ല് ചെയ്തിട്ടുള്ളത് ബേൺ ഔട്ടാണ്. അതായത് നിങ്ങൾ നീറ്റ് ആസ്പിറൻസിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലരും ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആണ്. ലേസി അല്ല, പലരും ബേൺ ഔട്ട് ആയിട്ട് പഠിക്കാൻ പറ്റാത്തതാണ് പലരുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവുന്ന സമയത്തൊക്കെ ചെറിയ ബ്രേക്സ്, ലൈക്ക് ഒരു 5 or 10 minutes ബ്രേക്ക് ഒക്കെ എടുത്ത് വീണ്ടും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും പഠിക്കാനിരിക്കുക. ആ ടൈമിൽ നിങ്ങൾ പോമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ എനർജി ഒന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക, സോ ദാറ്റ് നിങ്ങൾക്ക് വീണ്ടും പ്രോപ്പറായിട്ട് ക്വാളിറ്റിയിൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നീറ്റ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 8 months അടുത്താണ് ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത്. അതിൽ ആദ്യത്തെ ഒരു 5 months ഞാൻ കംപ്ലീറ്റ് ഓഫ്ലൈനിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. വീട്ടിൽ പോലും പോവാതെ ഒരു 5 months അത്രയ്ക്കും ലൈക്ക് ഡെയിലി 14 hours ഇരുന്ന് പഠിക്കും, ഒരു റെസ്റ്റും കൊടുക്കാതെ അങ്ങനെ പഠിച്ചു. പക്ഷേ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഞാൻ വല്ലാണ്ട് ബേൺഡ് ഔട്ടായി. എനിക്ക് തീരെ പറ്റുന്നില്ല, ലൈക്ക് എത്ര പഠിക്കാൻ നോക്കിയാലും എനിക്ക് ഭയങ്കര ക്ഷീണമായി പോവാ. അപ്പൊ ഞാനൊരു 1 week റെസ്റ്റ് എടുത്ത് വീട്ടിൽ പോയി ഒന്ന് റിലാക്സ്ഡ് ആയി. ഞാൻ വീണ്ടും എൻ്റെ എനർജിയൊക്കെ ഒന്ന് റീഗെയിൻ ചെയ്ത് ബാക്കിയുള്ള ഒരു 3 months എൻ്റെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ റെസ്റ്റ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. എൻ്റെ മെന്റൽ ഹെൽത്തും എൻ്റെ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു ലാസ്റ്റ് 3 months ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ഫൈനൽ നീറ്റിന് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്പ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട നീറ്റ് ആസ്പിറൻസിനും ഞാൻ എല്ലാ ബെസ്റ്റ് വിഷസും നേരുകയാണ്. സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങളെ കാത്തൊരു MBBS സീറ്റ് അവിടെ ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു 3 months സ്മാർട്ടായിട്ട് കഷ്ടപ്പെട്ടിരുന്നങ്ങ് പഠിച്ചാൽ മതി. ആൻഡ് ദർ ഇസ് എ സീറ്റ് വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.